അമേരിക്കയിലെ നാടുകടത്തൽ നയം കൂടുതൽ കടുപ്പിക്കാൻ ട്രംപ് ഭരണകൂടം. വിദേശികൾക്ക് നൽകിയ 5.5 കോടിയിലധികം വിസകളാണ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. നാടുകടത്തലിന് കാരണമായേക്കാവുന്ന എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തിയാൽ വിസ റദ്ദാക്കപ്പെടും. തുടർന്ന് വിസ ഉടമ അമേരിക്കയിൽ തുടരുകയാണെങ്കിൽ നാടുകടത്തും. ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളാണ് ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. ഇതിന്റെ തുടർച്ചയാണ് നിലവിലെ നടപടിയെന്നുമാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത്. തുടർച്ചയായ ഈ പ്രക്രിയയിലൂടെ അമേരിക്കയിൽ താമസിക്കാൻ അനുമതി ലഭിച്ചവരുടെ പോലും വിസ പെട്ടെന്ന് റദ്ദാക്കപ്പെട്ടേക്കാമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നു. വിസയിൽ അനുവദിച്ച സമയപരിധി കഴിഞ്ഞും തങ്ങുന്നത്, ക്രിമിനൽ പ്രവർത്തനം, പൊതുസുരക്ഷാ ഭീഷണി, ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ തീവ്രവാദ സംഘടനയ്ക്ക് പിന്തുണ നൽകുകയോ ചെയ്യുക എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചു വരുന്നതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. വിസ നൽകിയതിനു ശേഷം അയോഗ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അത് അവലോകനം ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്.